നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ക്വാറി വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ. ചേലക്കര വെങ്ങാനല്ലൂരിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ലോറികൾ തടഞ്ഞിട്ടു. അമിതഭാരം കയറ്റി അതിവേഗത്തിൽ കുതിക്കുന്ന ക്വാറി വാഹനങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയെന്നും മേഖലയിലെ റോഡുകൾ തകർത്തെന്നും ആക്ഷേപം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 18 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കണ്ടെത്തിയത് റെയിൽവേ പോലീസിന്റെ പരിശോധനയ്ക്കിടെ. കാരിയറെ പിടികൂടാനായില്ല. ചേലക്കര പ്രദേശം കാട്ടാനപ്പേടിയിൽ. ഇടവേളയ്ക്ക് ശേഷം തോന്നൂക്കര മേഖലയിൽ കാട്ടാന ഇറങ്ങി. ആനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചെന്ന നാട്ടുകാർ. ആനകളെത്തുന്നത് സൗരവേലി തകർത്ത്. ചെറുതൊട്ടി നെടുമ്പുരയിൽ വയോധികയെ അയൽവാസി ഷോക്കേൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. ചാർജ് ചെയ്ത് ഇവരുടെ വളപ്പിലേക്കിട്ട വൈദ്യുത കമ്പിയിൽ നിന്ന് വയോധികയ്ക്ക് ഷോക്കേറ്റു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് വള്ളം സ്വദേശിയായ യുവാവിന്റെ കഴുത്തിൽ കത്തിവെച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന സംഭവത്തിൽ ചേലക്കര സ്വദേശി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ചേലക്കര വെങ്ങാനല്ലൂരിൽ യാത്രക്കാർക്കും റോഡിന് ഭീഷണിയായ ക്വാറി വാഹനങ്ങൾ തടഞ്ഞ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. അമിതഭാരം കയറ്റി അതിവേഗത്തിലോടുന്ന ക്വാറി വാഹനങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി പറഞ്ഞു. തഹസിൽദാറോ സബ് കളക്ടറോ നേരിട്ടെത്തി ഉറപ്പു നൽകിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന ഉറച്ച നിലപാടിലായിരുന്നു ചേലക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ. ചേലക്കര തൊഴുപ്പാടം റൂട്ടിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികളിലേക്ക് പ്രതിദിനം നൂറുകണക്കിന് ടോറസ് ലോറികളാണ് അമിതഭാരം കയറ്റി സർവീസ് നടത്തുന്നത്. ഇതുമൂലം പ്രദേശത്തെ റോഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ്. റോഡിലെ രൂക്ഷമായ പൊടിശല്യം മൂലം പ്രദേശവാസികളിൽ പലരും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ട്. പൊടി കുറയ്ക്കാനായി ക്വാറി ഉടമകൾ റോഡിൽ വെള്ളം നനയ്ക്കാറുണ്ടെങ്കിലും ഇത് റോഡിനെ ചെളിക്കുളമാക്കി മാറ്റുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ ഭീഷണിയാകുന്നു. ഇത്തരം പ്രശ്നങ്ങളെ ചോദ്യം ചെയ്ത 23-ാം വാർഡ് മെമ്പർ സരിത പ്രമോദിനെതിരെ വധഭീഷണി വരെ ഉണ്ടായതായി വിനോദ് പന്തലാടി ആരോപിച്ചു. ഇവിടെ ഈ വെങ്ങാനല്ലൂർ മേഖലയിൽ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുസ്സഹമാണ്. ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ വെങ്ങാനല്ലൂർ മേഖലയിൽ. കാരണം അതിന് മാത്രം 3-4 കോറികൾ തുടർച്ചയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ഒരാൾക്ക് പോലും റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയായി. ഈ റോഡ് മുഴുവൻ പൊടി, ഇവർ പൊടി ഒതുക്കാനാന്ന് പറഞ്ഞിട്ട് ഇവർ വെള്ളം നനയ്ക്കുന്നുണ്ട്. വെള്ളം നനച്ചു കഴിഞ്ഞാൽ ആ റോഡ് കൂടെ ഒരു 2 വീലറുകാർക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം 2 വീലറിൽ പോയ ഒരാൾ ഇവിടുന്ന് ചേലക്കര എത്തുമ്പോഴേക്കും അയാളുടെ ഡ്രസ്സ് മുഴുവൻ ചെളിയായിട്ടുണ്ടാവും ഈ നനവ് കാരണം. എന്നാൽ ഈ വെള്ളം ഒഴിക്കാതെ ഇരുന്നാലോ, ഇവിടെ നനയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാനും പറ്റില്ല. അതിന് മാത്രമുള്ള പുകയും പൊടിയും കാരണം. ഇപ്പോൾ ഈ ലോറികൾ മുഴുവൻ ഇതിനൊക്കെ ഒരു നിയമപരമായ രീതികളുണ്ട്. ഒരു ലോറിയിൽ എത്ര ലോഡ് കയറ്റാം, ആ മറ്റേ എത്ര വീലിൻ്റെ വണ്ടി ഓടാം, ഈ റോഡിൻ്റെ ഒക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ജനങ്ങളെ തീർത്തും പുച്ഛിച്ചുകൊണ്ടാണ് ഈ കോറി ഉടമകളും ഈ ഡ്രൈവർമാരും ഈ വണ്ടിക്കാരും ഒക്കെ കൂടി ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ വണ്ടികൾ തടഞ്ഞിട്ട്. എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് ഇവിടെ ആ റോഡിൻ്റെ ശോച്യാവസ്ഥ കാരണം ആ റോഡിൽ ആകെ പൊടിയായി ഇവർ നനയ്ക്കാതെ അതിനു വേണ്ടിയിട്ട് സമരം ചെയ്ത വണ്ടി തടഞ്ഞ വാർഡ് മെമ്പറെ ഇതാ നിൽക്കുന്നു. ഈ വാർഡ് മെമ്പറെ ഞങ്ങൾക്കിതൊരു വിഷയമല്ല, ഞങ്ങൾ വണ്ടി ബ്രേക്ക് പോയി എന്നുള്ളൊരു പരാതിയെ ഞങ്ങൾക്ക് വരും. കൂടി വന്നാൽ 6 മാസം ഞങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ആവും, ആ മെമ്പർ ഇവിടെ ഉണ്ടാവില്ല, മെമ്പർ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നടക്കം പറഞ്ഞുള്ള ഭീഷണികളാണ്. അപ്പം ഇത്തരം ഭീഷണികളുടെ മുമ്പിലൊന്നും ഇപ്പം അതിൻ്റെ മുമ്പിലൊന്നും നമ്മൾ തളരാൻ പോകുന്നില്ല. പക്ഷെ ഇത് കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്തിയിട്ട് ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നുള്ളൂ. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും അമിതമായി ഭാരം നിറച്ചു പോകുന്ന വാഹനങ്ങളെ നിയന്ത്രിച്ച് റോഡുകൾ കൃത്യമായ നിലവാരത്തിൽ നിർമ്മിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. ശാശ്വതമായ പരിഹാരം കാണാതെ സമരരംഗത്ത് നിന്ന് പിന്നോട്ടില്ലെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും വ്യക്തമാക്കി. റോഡ് ഇത്രയും ഹെവി ലോഡുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് താങ്കളുടെ ശേഷി ഈ റോഡിനില്ല. റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നാശമായി ഇതായി. റോഡിൻ്റെ ലിമിറ്റ് ഇല്ല, ലോഡിൻ്റെ എത്ര ലിമിറ്റേജ് ഇല്ല. അത് ഇത് കണ്ടപ്പോൾ 40-50 ടൺ ലോഡ് വെച്ചിട്ടാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ റോഡ് ആകെ നാശമായി. ഈവൻ സാധാരണ ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാൽനട യാത്രക്കാർ പോലും വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിൽ എന്ത് അപകടവും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും 18 കിലോയോളം കഞ്ചാവ് പിടികൂടി. ഷൊർണൂർ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്ത് ആരെയും പിടികൂടാനായില്ല. ശനിയാഴ്ച ഉച്ചയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4ാം പ്ലാറ്റ്ഫോമിലെത്തിയ എഗ്മോർ മംഗലാപുരം പാസഞ്ചറിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. 2 ബാഗുകളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്ന കഞ്ചാവാണ് പരിശോധനയ്ക്കിടെ ഷൊർണൂർ റെയിൽവേ പോലീസ് പിടിച്ചെടുത്ത്. 17 കിലോ 900 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് അധികൃതർ പിടികൂടിയത്. 2 ബാഗുകളിൽ 6ഓളം പൊതികളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ ആരെയും പിടികൂടാനായില്ല. 2026 ജനുവരിയിൽ ഇത് 2ാം തവണയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നതെന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. എഗ്മോറിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന എഗ്മോർ മംഗലാപുരം പാസഞ്ചറിന് ഫ്രണ്ടിലെ ജനറൽ കോച്ച് ചെക്ക് ചെയ്തപ്പോൾ 2 ബാഗുകളായി ഒളിപ്പിച്ച നിലയിൽ, ഉടമസ്ഥനില്ലാതെ 2 ബാഗുകളായി ഒളിപ്പിച്ച നിലയിൽ 2 ബാഗ് കിട്ടി. തുറന്ന് പരിശോധിച്ചു ഇപ്പോൾ കഞ്ചാവാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അത് നമ്മളിവിടെ വെച്ച് തൂക്കം നോക്കിയതിൽ 17 കിലോ 150 ഗ്രാമോളം ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 2026 2ാമത്തെ പ്രാവശ്യമാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് പിടികൂടുന്നത്. കഴിഞ്ഞ ഈ മാസം തുടക്കത്തിൽ തന്നെ ഒരു 12 കിലോളം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 19 കിലോയും ആളില്ലാതെ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഇത്രയും ക്വാണ്ടിറ്റി ജനങ്ങളിലേക്ക് എത്തുന്നത് തടയാൻ തന്നെ സാധിച്ചതിൽ വളരെ നല്ല. കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ SI അനിൽ മാത്യുവിനൊപ്പം മജീദ്, ശശിനാരായണൻ, സുരേഷ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചേലക്കര പ്രദേശം വീണ്ടും കാട്ടാനപ്പേടിയിൽ. പ്രദേശത്ത് പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തോന്നൂർക്കര നെടുമാറ്റത്തിൽ സുരേഷ് കുമാറിൻ്റെ പറമ്പിലാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. പറമ്പിലുണ്ടായിരുന്ന ഒട്ടനവധി വാഴകൾ, പച്ചക്കറി, റബ്ബർ മരങ്ങൾ എന്നിവ ആനകൾ നശിപ്പിച്ചു. നിലവിലുള്ള സോളാർ വേലികൾ തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. സാധാരണ സോളാർ വേലികൾ കാട്ടാനകളെ പ്രതിരോധിക്കാൻ ഫലപ്രദമല്ലാത്തതിനാൽ തൂക്കുവൈദ്യുത വേലികൾ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 2 വർഷത്തിലേറെ പഴക്കമുണ്ടെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം അകമലയിലും കാട്ടാനകൾ ഇറങ്ങി ഏക്കർ കണക്കിന് നെൽകൃഷി നശിപ്പിച്ചിരുന്നു. കാട്ടാനശല്യം രൂക്ഷമായതോടെ കടുത്ത ആശങ്കയിലാണ് മേഖലയിലെ കർഷകർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി നെടുമ്പുരയിൽ അയൽവാസിയായ വയോധികയെ ഷോക്കേൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. വൈദ്യുതി കമ്പി ചാർജ് ചെയ്ത് അയൽവാസി ഇവരുടെ വളപ്പിലേക്കിട്ടെന്നും വയോധികയ്ക്ക് കൈക്ക് ഷോക്കേറ്റെന്നുമാണ് പരാതി. ഷോക്കേറ്റ 74 വയസ്സുള്ള ജാനകിയെ വീട്ടുകാരും പരിസരവാസികളും ചേർന്ന് ആശുപത്രി എത്തിക്കുകയായിരുന്നു. ചെറുതുരുത്തി നെടുമ്പുര കൈപ്പഞ്ചേരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കൈപ്പുറത്തൊടി വീട്ടിൽ 74 വയസ്സുള്ള ജാനകിക്കാണ് ഷോക്കേറ്റത്. ഇവർ ബഹളം വെച്ചപ്പോൾ വീട്ടുകാരും അയൽവാസികളുമാണ് രക്ഷപ്പെടുത്തിയത്. എന്താന്ന് ചോദിച്ചപ്പോൾ അയാൾ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ അയാളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. മക്കൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നാണ് അയാൾ പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്തിടയിൽ അയാളുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അമ്മയ്ക്കും കുട്ടികൾക്കും ഇവർക്കൊക്കെ കയ്യിലേക്ക് എത്തടിച്ചിരിക്കുകയാണ്. ചെറുതുരുത്തിയിലെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സമീപത്തുള്ള പ്രവീൺ എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് കൊടുത്ത വൈദ്യുതി കമ്പി വിച്ഛേദിച്ചു. അയൽവാസികൾ തമ്മിലുള്ള വഴക്കിനെ തുടർന്നാണ് വധശ്രമമെന്ന് ആരോപണമുണ്ട്. ഷോക്കേറ്റ വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. യുവാവിൻ്റെ കഴുത്തിൽ കത്തിവെച്ച പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ചേലക്കര സ്വദേശി അറസ്റ്റിൽ. പള്ളം സ്വദേശിയായ 20-കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതിയായ പണ്ടാരപ്പള്ളി സ്വദേശി ജസ്വന്തിനെയാണ് വടക്കാഞ്ചേരി പോലീസ് പാലാരി വട്ടത്തു നിന്നും പിടികൂടിയത്. റെൻ്റ് കാറിൻ്റെ കാര്യം സംസാരിക്കാനാണെന്ന വ്യാജേന വിളിച്ചു വരുത്തിയ യുവാവിനെ വാഴക്കോട്ട് വെച്ച കാറിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കാറിനുള്ളിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച ശേഷം കത്തികാട്ടി ഭീഷണിപ്പെടുത്തി 5000 രൂപയും മൊബൈൽ ഫോണും പ്രതികൾ കവരുകയും ചെയ്തു. കൂടാതെ കത്തിമുനയിൽ നിർത്തി യുവാവിനെ കൊണ്ട് ലഹരിമരുന്ന് കച്ചവടക്കാരനാണെന്ന് നിർബന്ധപൂർവം പറയിച്ച് മൊബൈലിൽ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തതായും പരാതിയുണ്ട്. പിടിയിലായ 26-കാരനായ ജസ്വന്ത് ചേലക്കര സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയുടെ സഹോദരനെ പരാതിക്കാരൻ അസഭ്യം പറഞ്ഞെന്ന വൈരാഗ്യത്തിലാണ് അക്രമം നടത്തിയത്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സമ്മേളനം മയിൽവാനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ
പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 175 പ്രതിനിധികളായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലെ സമ്മേളന നഗരിയിൽ രാവിലെ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കളും പ്രതിനിധികളും പുഷ്പാർച്ചനയും നടത്തി. 118 യൂണിറ്റ് സമ്മേളനങ്ങളും 18 മേഖലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സമ്മേളനം ശനിയാഴ്ച നടന്നത്. 175 പ്രതിനിധികൾ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുതലാളിത്ത ലോകക്രമം ലാഭേച്ഛ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മുതലാളിത്തത്തിൽ മനുഷ്യത്വരഹിതമായ ചൂഷണത്തിന് അടിമപ്പെടുന്ന മനുഷ്യരുടെ എണ്ണത്തിൽ അനുദിനം വലിയ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലോകത്താകെയുള്ള മനുഷ്യൻ്റെ ആകെ സമ്പത്തിൻ്റെ 70% വരുന്ന പങ്ക് മുതലാളിത്തത്തിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ വളരെ പരിമിതരായ ലോകത്തെ ജനസംഖ്യയുടെ ഒരു 0.1% പോലും വരാത്ത ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ലോകത്ത് നടക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, വായിക്കുന്ന, കാണുന്ന കാഴ്ചകൾ, വാർത്തകൾ അങ്ങേയറ്റം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ്. സമ്മേളനത്തിൽ മണികണ്ഠൻ രക്തസാക്ഷി പ്രമേയവും നിഷാദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ PMR ഷോ, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ്, രാകേഷ്, CPM ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ്, M സുരേന്ദ്രൻ, CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച, പ്രമേയാവതരണം, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും നടന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ, റിപ്പയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് HVAER അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N ശിവകുമാർ. ഫ്രിഡ്ജ്, AC മെക്കാനിക്കുകളുടെ സംഘടനയായ HVACRന്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു N ശിവകുമാർ. ആശുപത്രികളിലേതുൾപ്പെടെ AC-കൾക്കും ഫ്രീസറുകൾക്കും പ്രാധാന്യമുള്ള മേഖലയിലെ റിപ്പയറിംഗ് ജോലികൾ തദ്ദേശീയർക്ക് നൽകണമെന്നും N ശിവകുമാർ ആവശ്യപ്പെട്ടു. ചിലരുടെ മുഖം അതനുസരിച്ച് വാടിയിട്ടുണ്ടാകാൻ കാരണം ഇപ്പോൾ 50 രൂപ വെച്ച് കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണുള്ള രീതിയിൽ പൈസ സാമ്പത്തിക കാര്യങ്ങൾ. പക്ഷേ ഇന്ന് ഏതൊരു സംഘടന എടുത്ത് നോക്കിക്കോ, എല്ലാവർക്കും മാസം 100 രൂപ താഴെ അംഗത്വ ഫീസുകൾ ഇല്ല തന്നെയാണ്. അൺസ്കിൽഡ് ജോലി ചെയ്യുന്നവർക്ക് വരെ 100 രൂപയും അതിൽ മേലാണ് മാസം വരുന്നത്. ഓക്കെ, അത് നമ്മൾക്ക് വന്നത് ആശയം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഭരണസമിതിയിലേക്ക് കൈമാറി അത് അതിൻ്റെതായ രീതിയിലേക്ക് അടുത്ത സമ്മേളന കാര്യങ്ങളിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് വേണ്ടത് ചെയ്യും. അടുത്ത നമ്മുടെ കഴിഞ്ഞ കോട്ടയം സമ്മേളനത്തിന് തന്നെ വന്ന് ഭരണസമിതിക്ക് കൈമാറിയതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് 250 എന്നുള്ളത് 500 ആക്കണമെന്ന്. അത് 500 ആക്കി അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ ഭാരവാഹികളിൽ എടുത്ത് നമ്മുടെ പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ അതേപോലെ തന്നെ ഞങ്ങളുടെ അവതരിപ്പിക്കും. ജനറൽ സെക്രട്ടറി KR മനോജ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ S റൂബി, KP സജേഷ്, V റഫീഖ്, വർഗീസ് ജോൺ, സുരേഷ്, PV വർഗീസ്, PT ദീപേഷ്, മനോജ്, വിനോദ് P മേനോൻ, PR ഷാൻലി എന്നിവർ പ്രസംഗിച്ചു. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ, റിപ്പയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. AC-യും ഫ്രിഡ്ജും വാങ്ങുന്നവർ ഓഫറുകളിൽ വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സമ്മേളനം ഓർമ്മപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കേരളശ്ശേരി യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം മയൂരം ഓഡിറ്റോറിയത്തിൽ നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും ഉപദേശങ്ങൾ കേട്ടുകൊണ്ടും നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടും തീരുമാനത്തിലെത്താൻ സഹായിക്കുന്ന ഗുരുജനങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് ഓർത്തു പോകാൻ എല്ലാം ഓർത്തു പോകാൻ 10 വർഷക്കാലം എങ്ങനെയാണോ ഭരണം നന്നായി മുൻപോട്ട് കൊണ്ടുപോയത്, നന്നായി തന്നെ കുറച്ചൊക്കെ പറയാം. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഭരണ സംവിധാനം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് SSUവിൻ്റെ മികച്ച ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആമുഖമായിട്ട് KSSU കേരളശ്ശേരി യൂണിറ്റിനോട് ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു.
യൂണിറ്റ് പ്രസിഡന്റ് വി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. കൗസല്യ വാസു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കേരളശ്ശേരി പഞ്ചായത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും കൊമേഴ്സിൽ ഡോക്ടറേറ്റ് നേടിയ രേഷ്മയെയും ഉപഹാരം നൽകി ആദരിച്ചു. കെ രാധാദേവി, കെ കെ രാമൻകുട്ടി, കെ കൃഷ്ണദാസ്, വി പി ശശികുമാർ, പി സത്യഭാമ, കെ പാർത്ഥസാരഥി, സി കൃഷ്ണദാസ്, എ സരസ്വതി, എം ശിവശങ്കരൻ, കെ നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ടി ജി ശ്രീവത്സൻ സ്വാഗതവും സി കെ ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു. ചർച്ച, റിപ്പോർട്ട് അവതരണം, തെരഞ്ഞെടുപ്പ്, കരട് ബജറ്റ് അവതരണം, പ്രമേയാവതരണം എന്നിവയുമുണ്ടായി. KSSPU പാലക്കാട് റൂറൽ ബ്ലോക്ക് വാർഷിക സമ്മേളനം ഫെബ്രുവരി 10 മങ്കരയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂൾ 102ാം വാർഷികോത്സവവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. രാവിലെ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വൈകിട്ട് 102ാം വാർഷികോത്സവവും യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. തെളിവാണ് നമ്മളിവിടെ നടത്തിയത്. ഇനി ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇനി സ്കൂൾ അധികൃതരോട് നമുക്കൊന്നും പറയേണ്ടതില്ല. കാരണം സ്കൂൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഏത് മേഖല എടുത്തു പരിശോധിച്ചാലും, പച്ചക്കറി കൃഷിയാവട്ടെ, ചുമർ ചിത്രങ്ങളാവട്ടെ, IT മേഖലയാവട്ടെ, എന്ത് തന്നെ ആയാലും ഏതൊരു കാര്യമെടുത്താലും എല്ലാതും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്. അത് ഒരു അധ്യാപകരുടെയും PT-യുടെയും ഒരു കഴിവായിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. മികച്ച PT ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഈ ഒരു അവസരത്തിൽ ഈ സ്കൂൾ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും ഇന്ന് വിരമിക്കുന്ന അധ്യാപകരുടെ നല്ലൊരു ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ടും ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ PTA പ്രസിഡന്റ് പി ദിവ്യ അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ ശാന്തിലാൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൃഷി പരിസ്ഥിതി പ്രവർത്തകയും നാടക പ്രവർത്തകയുമായ ഷീജ ആറങ്ങോട്ടുകര വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂളിലെ പ്രധാനാധ്യാപകൻ S ശാന്തിലാൽ, അധ്യാപിക P സജി, ഓഫീസ് അസിസ്റ്റന്റ് K സത്യനാരായണൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. തുടർന്ന് മൂവരും മറുപടി പ്രസംഗവും നടത്തി. നഗരസഭാ വൈസ് ചെയർമാനും PTA വൈസ് പ്രസിഡന്റുമായ VK അനുരാജ്, വാർഡ് കൗൺസിലർമാരായ M രമാദേവി, K രേവതി, EA ഗീത, സ്കൂൾ മാനേജർ A ആനന്ദ്, MPTA പ്രസിഡന്റ് KM ശരണ്യ, SSG ചെയർമാൻ K അശോകൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ K വസുമതി, K കൃഷ്ണൻകുട്ടി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് A ബാലകൃഷ്ണൻ, മുതിർന്ന അധ്യാപിക PP ചന്ദ്രിക തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയും അരങ്ങേറി. ദീർഘ സേവനത്തിനു ശേഷം റിട്ടയർഡ് ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ താൻ പൂർണ്ണ സന്തോഷവാനാണെന്നും ഏൽപ്പിച്ച ജോലികളെല്ലാം സത്യസന്ധതയോടെയും കൂട്ടായ്മയോടെയും നടപ്പാക്കാൻ കഴിഞ്ഞെന്നും തുടർന്നുള്ള ജീവിതത്തിൽ കാർഷിക മേഖലയെയും യാത്രകളെയും ചേർത്ത് പിടിക്കുമെന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ S ശാന്തിലാൽ മാസ്റ്റർ പറഞ്ഞു. സർവീസ് കാലയളവ് 1991 ജൂലൈ 24 മുതൽ ഇവിടെ തുടങ്ങാണ്. 35 വർഷം കഴിഞ്ഞ് പോകുമ്പോഴും പൂർണ്ണ സന്തോഷവാനാണ്.
എന്നിൽ ഏൽപ്പിച്ച ജോലികളെല്ലാം സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും അഭ്യുദയംഷികളെല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു കൃതജ്ഞത ഉണ്ട്. തുടർന്നുള്ള കുറച്ചു കാലമാണെങ്കിലും വീണ്ടും നമ്മളുടെ ദൈവനിശ്ചയം പോലെ വീണ്ടും പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായും ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സർവീസ് കാലയളവും അതുപരിയും നമ്മൾ പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പാണ്. ഇതിനെല്ലാം ഊർജം എന്നാൽ എൻ്റെ വിദ്യാർത്ഥികളാണ്. അവർ മാത്രമാണ് എൻ്റെ കൈമുതൽ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവർക്കും നല്ലതുകൾ ആശംസിക്കും. എനിക്ക് എൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്. കാർഷിക മേഖലയായാലും അതേപോലെ തന്നെ യാത്രകളായാലും ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ ഞാൻ വ്യാപൃതനാവും. എന്താണ് ജീവിതമെന്ന് ഈ ബോധ്യമുണ്ട്. അതിനാൽ അതിലൂന്നി കൊണ്ടുതന്നെയായിരിക്കും തുടർന്നുള്ള മുന്നോട്ടുള്ള യാത്രയും. കുട്ടികൾ എന്നും കൂടെയുണ്ട്. വിദ്യാലയമായിട്ടുള്ള ബന്ധം എന്നും തുടരും. അത് ഇവിടെ വരണം എന്നൊന്നുമില്ല. വേണ്ട നിർദ്ദേശങ്ങൾ ഇപ്പോഴുള്ള എൻ്റെ സഹപ്രവർത്തകരെല്ലാം മിടുമിടുക്കരാണ്. അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അവരിലൂടെ എനിക്കിവിടെ ചെയ്യാൻ കഴിയും. ന്യൂസ് സെന്റർ ഷൊർണൂർ. തിരുനാവായിൽ നടക്കുന്ന മഹാമാഘം കുംഭമേളയുടെ ഭാഗമായുള്ള രഥയാത്ര 21-22 തീയതികളിൽ പാലക്കാട്ട് പ്രയാണം നടത്തും. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തിരുമൂർത്തിയിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് 21 രാവിലെ 8:30 കൽപ്പാത്തിയിൽ ആദ്യ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം ആദ്യ ദിവസത്തെ രഥയാത്ര കുത്താമ്പുള്ളിയിൽ സമാപിക്കും. 22-ന് ചിനക്കത്തൂരിൽ നിന്നും പ്രയാണം തുടങ്ങി വാണിയംകുളം, കുളപ്പുള്ളി, പട്ടാമ്പി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 5-ന് തിരുനാവായിൽ എത്തിച്ചേരും. നദീപൂജയ്ക്കും പുണ്യസ്നാനത്തിനും സത്സംഗത്തിനും കുംഭമേള വേദിയാകും. ജനുവരി 16 മുതൽ മാഘമാസത്തിലെ മകം നക്ഷത്രമായ ഫെബ്രുവരി 3 വരെയാണ് തിരുനാവായിൽ മാഘമഹോത്സവം കൊണ്ടാടുന്നത്. ദേശത്തിൻ്റെയും ജനങ്ങളുടെയും അഭിവൃദ്ധിക്കും രക്ഷയ്ക്കുമായാണ് മഹാമാഘം സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. കൊണ്ടാടുകയാണ്. കഴിഞ്ഞ വർഷവും ഇതിൻ്റെ ഭാഗമായി അവിടെ ആഘോഷങ്ങൾ നടന്നിരുന്നു. ഈ മകരമാസത്തിലാണ് അത് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ രഥയാത്ര ഉണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ഈ വർഷവും പരിപാടി ഒന്ന് വിപുലമാക്കണം എന്ന രീതിയിൽ നവംബർ 23-ന് അവിടെ സ്വാഗത സംഘം രൂപീകരിച്ച് കേരളത്തിലെ ഒരുവിധം സന്യാസിമാർ അതേമാതിരി ആധ്യാത്മിക സംഘടനാ നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ വെച്ചാണ് ഈ 16-ാം തീയതി മുതൽ അവിടെ വിപുലമായ പരിപാടികൾ, ആരതി, അതേമാതിരി വിശേഷാൽ പൂജകൾ, അതേമാതിരി സ്നാനം ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ വിപുലമായ പരിപാടി ഈ വർഷം ആഘോഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 19-ാം തീയതി നാളെ കാലത്ത് 11 മണിക്ക് കേരള ഗവർണർ ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പി അരവിന്ദാക്ഷൻ, കെ പി സന്തോഷ്, ഡോക്ടർ ഷിബു, സന്തോഷ് കുന്നത്ത്, പി മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്വാറി വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ. ചേലക്കര വെങ്ങാനല്ലൂരിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ലോറികൾ തടഞ്ഞിട്ടു. അമിതഭാരം കയറ്റി അതിവേഗത്തിൽ കുതിക്കുന്ന ക്വാറി വാഹനങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയെന്നും മേഖലയിലെ റോഡുകൾ തകർത്തെന്നും ആക്ഷേപം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 18 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കണ്ടെത്തിയത് റെയിൽവേ പോലീസിന്റെ പരിശോധനയ്ക്കിടെ. കാരിയറെ പിടികൂടാനായില്ല. ചേലക്കര പ്രദേശം കാട്ടാനപ്പേടിയിൽ. ഇടവേളയ്ക്ക് ശേഷം തോന്നൂക്കര മേഖലയിൽ കാട്ടാന ഇറങ്ങി. ആനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചെന്ന നാട്ടുകാർ. ആനകളെത്തുന്നത് സൗരവേലി തകർത്ത്. ചെറുതൊട്ടി നെടുമ്പുരയിൽ വയോധികയെ അയൽവാസി ഷോക്കേൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. ചാർജ് ചെയ്ത് ഇവരുടെ വളപ്പിലേക്കിട്ട വൈദ്യുത കമ്പിയിൽ നിന്ന് വയോധികയ്ക്ക് ഷോക്കേറ്റു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് വള്ളം സ്വദേശിയായ യുവാവിന്റെ കഴുത്തിൽ കത്തിവെച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന സംഭവത്തിൽ ചേലക്കര സ്വദേശി അറസ്റ്റിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.